മുൻ കരസേനാ മേധാവി നരവനെയുടെ പുസ്തകത്തെ ചൊല്ലി തുടർച്ചയായി മൂന്നാം ദിവസവും പ്രതിപക്ഷം ലോക്സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. ജനോപകാരപ്രദമാകുന്ന ചർച്ചകൾ സഭയിൽ നടക്കേണ്ടതുണ്ടെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തരുതെന്നും സ്പീക്കർ പലതവണ ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷം വഴങ്ങിയില്ല. തുടർച്ചയായ ബഹളത്തെ തുടർന്ന് സഭ പലതവണ നിർത്തിവെക്കുകയും ഒടുവിൽ ഇന്നത്തേക്ക് പിരിയുകയുമായിരുന്നു. മുൻ സൈനിക മേധാവി ജനറൽ എം നരവാനയുടെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇന്ത്യ-US വാണിജ്യ കരാറും ഉയർത്തിയാണ് പ്രതിപക്ഷം തുടർച്ചയായ മൂന്നാം ദിവസവും ലോക്സഭാ നടപടികൾ സ്തംഭിപ്പിക്കുന്നത്. आप इधर जाकर मंत्री बोल रहे हैं, आसन पे जाके खड़े हो रहे हैं, सत्ता पक्ष की तरफ बैनर लेकर आ रहे हैं. मर्यादा पहले भी विरोध हुआ है, लेकिन मर्यादा कभी किसी ने नहीं तोड़ी. ജനോപകാരപ്രദമാകുന്ന ഒട്ടനവധി ചർച്ചകൾ ഈ സമ്മേളന കാലയളവിൽ നടക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷം സംയമനം പാലിക്കണമെന്നും സ്പീക്കർ പലതവണ ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷം കൂട്ടാക്കിയില്ല. സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചതോടെ പലതവണ സഭ നിർത്തിവെച്ചു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളത്തേക്ക് മാറ്റി. ഒടുവിൽ വൈകിട്ട് 5 മണിയോടെ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വരും ദിവസങ്ങളിലും സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷ നീക്കം. സ്പീക്കറുടെ റൂളിംഗ് വകവെക്കാതെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയ 8 പ്രതിപക്ഷ എംപിമാരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ജനം, ഡൽഹി.